കിഫ്ബിയുടെ സിഇഒയും അഡീഷണൽ സിഇഒ ആണുള്ളത് നിങ്ങൾക്കറിയാം. ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ബാക്കി ഈ ഹാൻഡ് ഔട്ട് തരാം. കിഫ്ബിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി പുതിയ ചില പദ്ധതികളെ സംബന്ധിച്ച് കാര്യങ്ങൾ ആലോചിക്കുന്ന ഇതിനു വേണ്ടിയിട്ട് ചേർന്ന മീറ്റിംഗാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. വളരെ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പ്രൊജക്ടുകൾ ചർച്ച ചെയ്തൊരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് കിഫ്ബിയുടെ ഇതുവരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് കിഫ്ബിയുടെ വർക്കുകളെ സംബന്ധിച്ച് കുറച്ചുകൂടി ഒരു ഇംപ്രൂവ്മെന്റ്, ഒരു പുതിയ കുറച്ച് വർക്കുകൾ വരുമ്പോൾ കിഫ്ബിക്ക് ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞതെങ്കിൽ ഇന്നത്തെ മീറ്റിംഗോടുകൂടി അത് 1,10,000 കോടിയിലേക്ക് കിഫ്ബി ആകെ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളുടെ സൈസ് എത്തുന്നു. 1 ലക്ഷം കോടിയല്ല, 1,10,000 കോടിയാണ് കിഫ്ബി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രവൃത്തികളുടെ ആകെ സൈസ്. കേരളത്തിൽ വലിയ തോതിൽ മാറ്റമുണ്ടാക്കുന്ന ധാരാളം പ്രൊജക്ടുകൾ കിഫ്ബി ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ എടുത്ത ചില പ്രധാന പദ്ധതികളുടെ കാര്യം പറയാം. കുറേയേറെ പദ്ധതികളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ ഇതിനകത്തുണ്ട്. ഞാനതിന്റെ എല്ലാ കണക്കുകളും പറയുന്നില്ല. എങ്കിലും ഇന്നിപ്പോ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്കമാലി എരുമേലി ശബരി റെയിൽവേ ലൈൻ പദ്ധതിക്കായിട്ട് 1,900 കോടി രൂപ ഇപ്പോൾ മാറ്റിവെക്കാനായിട്ട് കിഫ്ബി ഇന്നത്തെ ബോർഡ് തീരുമാനിച്ചു. നേരത്തെ തന്നെ 50% റെയിൽവേ ബോർഡിന്റെ റെയിൽവേ വകുപ്പിന്റെ ആവശ്യം അത് നടപ്പിലാക്കണമെങ്കിൽ കൂടുതൽ പണം കൊടുക്കണമെന്നായിരുന്നു. അങ്ങനെ 50% കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. 2021 മുതൽ നടക്കുന്ന ചില സജീവ ചർച്ചകളാണ്. പക്ഷെ ഇപ്പോഴാണ് അത് ഫൈനലായിട്ട് റെയിൽവേ ഇക്കാര്യത്തിനകത്തൊരു പോസിറ്റീവായ കാര്യം പറഞ്ഞത്. ബാക്കി അവർ ചെയ്യേണ്ടതാണ്. 1,900 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് അല്ലെങ്കിൽ കിഫ്ബിയിൽ നിന്ന് ഇക്കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അതോടുകൂടി കേരളത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് മലയോര റെയിൽവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമലയും കിഴക്കൻ മേഖലയായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതി നടപ്പിലാവും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ഇത് യഥാർത്ഥത്തിൽ അതിനകത്ത് ഇങ്ങനെ 50% മേടിച്ചിട്ട് ചെയ്യൂ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത് ഇന്ത്യ പോലൊരു രാജ്യത്തെ ഒരു ഫെഡറൽ സ്വഭാവത്തിന് പറ്റിയതല്ല എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷെ ഇത് നടക്കണമെങ്കിൽ ഇങ്ങനെ അടച്ചാലേ പറ്റൂ എന്നുള്ള സ്ഥിതി വരുന്നു. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ശബരി പാത എരുമേലി വരെ വരുന്നത് മാത്രമല്ല, അവിടുന്ന് വിഴിഞ്ഞം കൂടി വന്ന പശ്ചാത്തലത്തിൽ അത് തിരുവനന്തപുരത്തേക്ക് വിഴിഞ്ഞത്തേക്ക് നീട്ടാൻ പറ്റുന്ന സ്റ്റഡി നടത്താനും കൂടി നമ്മൾ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ശബരി റെയിൽവേ വരും എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ആ ഒരു മേഖല വഴി തിരുവനന്തപുരത്തേക്ക് വിഴിഞ്ഞത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ കുറച്ചുകൂടി നമ്മുടെ ഈ മേഖലയിലെ വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് യാത്രാ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായിട്ട് ഈ ശബരി റെയിൽവേ വരും. അപ്പോൾ അതിന്റെ ഒരു പ്രധാന തീരുമാനം എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റായിട്ട് ഇതിനകത്ത് എടുത്ത് പറയാനുള്ളത് നമ്മുടെ MC റോഡിന്റെ വികസനമാണ്. MC റോഡ് തീരദേശ ഹൈവേയും മലയോര ഹൈവേയും NHും ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. MC റോഡ് വളരെ പഴയ റോഡാണ്. ആ MC റോഡിന്റെ വികസന കാര്യങ്ങളിൽ വളരെ തിരക്കുള്ള സ്ഥലങ്ങളാണ് അതിനകത്ത് ഉള്ള പല ജംഗ്ഷനുകളും. അതിന്റെ ജംഗ്ഷനുകളിൽ ചില സ്ഥലത്ത് ബൈപ്പാസിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ടെങ്കിലും വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ നടത്താൻ പറ്റിയിട്ടില്ല. KSTP റോഡായിട്ട് അത് മാറിയിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി 4 വരി പാതയാക്കാനുള്ള ശ്രമങ്ങൾ വേണം എന്ന് തീരുമാനിച്ചു. നേരത്തെ തന്നെ അതിന് പണം 3-4 വർഷം മുമ്പ് തന്നെ ബഡ്ജറ്റിൽ കുറച്ച് പണം മാറ്റിവെച്ച് ചില പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് സ്ഥലത്തൊക്കെ വൈഡനിങ് നടക്കുന്നു. ഇപ്പോൾ അതിനകത്ത് ആലോചിച്ചിട്ടുള്ളത് നമ്മൾ ഈ റോഡ് ഇവിടുന്ന് കേശവാസപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡിന്റെ 4 വരി വികസനത്തിന്റെ പദ്ധതിയാണ്. അതിന്റെ ആദ്യഘട്ടമായിട്ട് 5,217 കോടി രൂപയാണ് കിഫ്ബി വഴി നമ്മൾ മാറ്റിവെച്ചത്. ഈ 5,217 കോടിയിൽ ബഡ്ജറ്റ് സ്പീച്ചിൽ തന്നെ പറഞ്ഞതാണ്, തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ കിളിമാനൂര്, നിലമേൽ, ചടയമംഗലം, ആയൂർ, കൊട്ടാരക്കര, പന്തളം, ചെങ്ങന്നൂർ ഈ ഭാഗത്ത് ബൈപ്പാസുകളുടെ പദ്ധതി കൂടിയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ബാക്കി തുടർന്ന് വരും. കാരണം ഇടയ്ക്ക് കുറച്ച് ദൂരം അത് നാഷണൽ ഹൈവേയുടെ ഗണത്തിൽപ്പെടുത്തിയിട്ടുള്ള കണക്ഷനുണ്ട്. ബാക്കി പിന്നെ അങ്ങോട്ട് വീണ്ടും അങ്കമാലി വരെയാണ് ആ റോഡ്. അതിനകത്ത് കൊട്ടാരക്കര ബൈപ്പാസിന്റെ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ നമ്മൾ ആരംഭിച്ചു. അതിന്റെ സ്ഥലമെടുപ്പിന്റെ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം ആയി. അതിന്റെ ഡിസൈൻ, അതിന്റെ ഒരു 250 കോടിയോളം രൂപയുടെ ഒരു പദ്ധതിയും കൂടി ഇന്നത്തെ MC റോഡ് അപ്രൂവൽ. MC റോഡിന്റെ കാര്യത്തിൽ ഇന്ന് ഈ പറഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ ആ കാര്യം ഇന്നത്തെ ബോർഡിൽ അംഗീകരിച്ചു.
അത് 5217 കോടിയാണ് അതിന്റെ ആകെ ചെലവ് വരുന്നത്. അപ്പൊ ആ ബഡ്ജറ്റിനകത്ത് 7 ബൈപ്പാസ് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അതിനകത്ത് കൊട്ടാരക്കര ബൈപ്പാസിന്റെ നേരത്തെ തന്നെ സ്ഥലം എടുക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അവിടുത്തെ പ്രൊജക്ട് അതിന്റെ വലിയ ബ്രിഡ്ജും റോഡും അടക്കമുള്ളതിന് 250 കോടിയോളം രൂപയാണ് അതിന്റെ ആകെ വിലയിരുത്തുന്നത്. അതിന്റെ സ്കീമും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇന്നത്തെ അംഗീകരിച്ച ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. കേരളത്തിന്റെ മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡെന്ന നിലയിൽ ഇവിടുത്തെ ഈ റോഡുകളുടെ ബൈപ്പാസും ബാക്കി സ്ഥലങ്ങളിൽ 4 വരി പാതയായി വികസിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ആ കാര്യം വന്നിരിക്കുകയാണ്. ഇതുകൂടാതെ തിരുവനന്തപുരത്ത് വേളിയിൽ കെ സ്പേസിന് എയറോസ്പേസിന്റെ കെ സ്പേസ് അതിന് 600 കോടി രൂപയുടെ അതിന്റെ വികസനത്തിനായിട്ടുള്ള പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതുപോലുള്ള മേജർ പദ്ധതികളുണ്ട്. അതുപോലെ തന്നെ കുറേയേറെ പദ്ധതി ഇപ്പോൾ തിരുവനന്തപുരത്ത് തൃശ്ശൂരെ ജനറൽ ഹോസ്പിറ്റലിന്റെ വികസനം വലിയ പദ്ധതിയാണ്. തിരുവനന്തപുരത്ത് മാനസികാരോഗ്യ കേന്ദ്രം ഏറ്റവും പഴക്കമുള്ള മാനസികാരോഗ്യ കേന്ദ്രമാണ് തിരുവനന്തപുരത്തെ. അവിടെ വളരെ പഴക്കമുള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിന് തന്നെ തൃശ്ശൂർ ജനറൽ ആശുപത്രിക്ക് 136 കോടിയാണ് മാറ്റിവെച്ചേക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനത്തിന് 87 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതുകൂടാതെ പല മേഖലകളിൽ ജംഗ്ഷനുകളുടെ വികസനമുണ്ട്, റോഡിന്റെ വികസനമുണ്ട്. ആശുപത്രികളുടെ പദ്ധതികൾക്കായിട്ട് മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങാനായിട്ട് 210 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് ഇന്ന് അംഗീകരിച്ചതിനകത്ത്. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിങ്ങൾക്കറിയാം വളരെ പ്രശസ്തമാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് 26.59 കോടി രൂപ മാറ്റിവെച്ചു. ആറന്മുള ബോട്ട് റേസിംഗ് ഗാലറി, അവിടുത്തെ ആ പമ്പ നദീതീര സംരക്ഷണം തുടങ്ങിയ നടപ്പാത പദ്ധതികൾക്കായിട്ട് 10 കോടി മാറ്റിവെച്ചു. കനോലി കനാലിന്റെ വികസനത്തിനായിട്ട് ഒരു പുതിയ ഭാഗം ഘട്ടം 1-ന് 73 കോടി. ഇതുപോലെ മംഗളവനം ഉപകനാലിലെ പ്രവർത്തനങ്ങൾക്ക് ഉള്ള പണം മാറ്റിവെച്ചു. തിരുവനന്തപുരത്ത് അയ്യാ വൈകുണ്ഠസ്വാമി സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിന് 3.16 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. വിവിധ കായിക സമുച്ചയങ്ങൾക്കുള്ള പ്രവർത്തനം കോട്ടയത്തെ ലളിതാംബിക അന്തർജലത്തിന്റെ നേരത്തെ അനൗൺസ് ചെയ്ത സാംസ്കാരിക സമുച്ചയത്തിന് 25 കോടി രൂപ തുടങ്ങിയ തുക മാറ്റിവെച്ചിട്ടുണ്ട്.